കൊല്ലം തിരുമൂലവാരപുരത്ത് മത്സ്യബന്ധന വെള്ളം മറിഞ്ഞു. സുനിൽ എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള പമ്പ എന്ന വെള്ളമാണ് മറിഞ്ഞത്. വെള്ളത്തിൽ 17 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. മത്സ്യബന്ധന വെള്ളമാണ് മറിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലിജോ നൽകും. 17 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ലിജോ ഉണ്ട്. ലിജോ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഈ തൊഴിലാളികൾ എല്ലാവരും സുരക്ഷിതരാണോ? എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അജി, ഇന്ന് പുലർച്ചെയാണ് മീൻപിടുത്തത്തിന് വേണ്ടി ഈ വള്ളം കടന്നുപോയത്. അതിന് പിന്നാലെ അല്പസമയത്തിന് ശേഷം തന്നെ ഇത്തരത്തിൽ അപകടമുണ്ടായി എന്നുള്ള വിവരമാണ് തീരദേശ പോലീസിന് ലഭിച്ചത്. തുടർന്നായിരുന്നു ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയത്. സുനിൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പമ്പ എന്നുള്ള പേരുള്ള വള്ളമാണ് മറിഞ്ഞിരിക്കുന്നത്. 17 തൊഴിലാളികൾ മത്സ്യബന്ധന തൊഴിലാളികൾ ആ വള്ളത്തിലുണ്ടായിരുന്നു. 4 പേർക്കായിരുന്നു നിസാര പരിക്കുകളേറ്റത്. അവരെ ഈ കോസ്റ്റൽ പോലീസ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തി അവരെ തിരികെ കരയ്ക്കെത്തിച്ചത്. ചന്ദ്രൻ, ആസാം സ്വദേശിയായിട്ടുള്ള ചന്ദ്രൻ, ഒപ്പം തന്നെ അതുൽ സർക്കാർ, അശോക്, താജൻ, ഈ 4 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവർക്ക് 4 പേർക്കുമാണ് നിസ്സാര പരിക്കുകൾ ഏറ്റിരിക്കുന്നത്. ഇവരെ നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് അറിയുന്നത്? ഇവരെ ആരാണ് രക്ഷിച്ചത്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ലിജോ? അജി, ഇത് സംബന്ധിച്ച്, അതായത് ഈ മത്സ്യബന്ധനത്തിന് പോയൊരു വള്ളമായിരുന്നു. അതിൽ 17 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ആ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേർക്കാണ് ഈ വള്ളം, അതായത് ശക്തമായ തിരമാലയിലും കാറ്റിലും പെട്ടാണ് വള്ളം മറിഞ്ഞത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. അപ്പോൾ ഈ വിവരം ഇപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കോസ്റ്റൽ പോലീസിന് വിവരം കൈമാറിയിരുന്നു. സമീപത്തൊന്നും മറ്റ് വള്ളങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ കോസ്റ്റൽ പോലീസ് വളരെ വേഗം തന്നെ അവിടേക്ക് എത്തുകയും അവരെ ഈ തീരത്ത് നിന്നും വളരെയധികം ദൂരമല്ലാത്തത് കൊണ്ട് തന്നെ വേഗത്തിലേക്ക് അവിടേക്ക് എത്താനും രക്ഷാപ്രവർത്തനം നടത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ വള്ളം മറിഞ്ഞ് പരിക്കേറ്റതായിരുന്നു 4 പേർക്ക്. ഈ 4 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇവരെ വിട്ടിട്ടുണ്ട്.